അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ആൻഡ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ ഇവിടെയാണ് എൻ്റെ ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് നല്ല റെയർ ആയിട്ട് ഉള്ള കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ തൃപ്പൂണിത്തുറക്കാർക്ക് വേഗം ആക്സസിബിൾ ആയിരിക്കും, അല്ലാത്തവർക്കും വേഗം എറണാകുളത്തായാലും ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്താനായിട്ട് സാധിക്കും. ഞാൻ മെട്രോന്നല്ല വന്നത്, അപ്പോൾ അതുപോലെ എല്ലാവർക്കും വന്ന് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് മാമിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. മാം, അപ്പോൾ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇവിടെ തുടങ്ങിയിട്ട് ഒരു 2004 സ്റ്റാർട്ട് ചെയ്തത്. പന്തോടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇവിടെ അപ്സ്റ്റെയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കുട്ടികൾക്ക് ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഒരു പുതിയ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 2 year ആയി തുടങ്ങിയിട്ട്. ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സാണത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ. പിന്നെ ഫാഷൻ ഡിസൈനിങ്ങും ഉണ്ട്. എല്ലാ ക്രാഫ്റ്റ് വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തൃപ്പൂണിത്തുറ ഭാഗത്തേക്കൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൽ വന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ക്രാഫ്റ്റ് ലവേഴ്സ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കാം. നമുക്കപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണാം. ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സാരീസിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ലെഹങ്കയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പീസസ് ആണ് ഈ ലേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളക്ഷനാണ് നിങ്ങൾ ആദ്യം തന്നെ കണ്ടത്. പിന്നെ ഇതുപോലെ തന്നെ ബ്ലൗസസിൽ, അതുപോലെ തന്നെ ഷോളിൻ്റെ സൈഡ്സിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ലേസസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രോക്സിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സ്, പല തരത്തിലുള്ള ഫ്ലവേഴ്സ്, അത് ഒരു വെറൈറ്റി അല്ല, പല വെറൈറ്റി ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡ് ആണെങ്കിലും ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ ഒരു ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് കിട്ടാനായിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ത്രെഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് പ്രത്യേകം റാക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് എംബ്രോയ്ഡറി ത്രെഡ്സ് സ്പെഷ്യൽ ഷെയ്ഡ്സ് ഒക്കെ ആയിട്ട് ഇവിടെ ഓരോ സ്പെഷ്യൽ റാക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സസിന്, ലേഡീസിൻ്റെ ഡ്രസ്സസിന് വെക്കാൻ പറ്റിയ ലേസസ്, അതുപോലെ തന്നെ ഷോളിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ പല തരത്തിലുള്ള ലേസസ്, അതുപോലെ തന്നെ സിബുകളൊക്കെ, പല കളറിലുള്ള സിബുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ഇതുപോലുള്ള ത്രെഡ്സ് ആണ്. കണ്ടോ, ഇത് ഫുള്ള് നമുക്ക് ഓരോ കളേഴ്സായിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പീച്ച്, വയലറ്റ്, ഗ്രേപ്സ്, ഗ്രീൻസ്, പിന്നെ പല കളേഴ്സ്, മെറൂൺ, റെഡ്, എല്ലാ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഐറ്റംസ് ആയാലും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആയാലും സാറ്റിൻ റിബണിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. അതും ഒരു കളർ മാത്രമല്ല, കളേർഡ് ആയിട്ടുള്ളത് മാത്രമല്ല, ഡിസൈൻ ടൈപ്പ് സാറ്റിൻ റിബൺസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ലേസസ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ലേസസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ലേസിൻ്റെ കളക്ഷൻസാണ് ഇതൊക്കെ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്രോഷ്യയിൽ ചെയ്തിരിക്കുന്ന ലേസ് വർക്ക്സ് ആണ്. അങ്ങനെയുള്ള ലേസ് വർക്ക്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഐറ്റംസ് ആയാലും ക്രാഫ്റ്റ് ഐറ്റംസ് ആയാലും എല്ലാം നമുക്ക് ഒരേ ഷോപ്പിൽ തന്നെ കിട്ടുന്നതാണ്. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇനി അടുത്തത് പറയാനുള്ളത് ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ആണ്. ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ആണ് ഇവരുടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. എല്ലാത്തരം ബീഡ്സ്, അതായത് ഗോൾഡൻ ബീഡ്സ്, സിൽവർ ബീഡ്സ് എല്ലാം ഇവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് അവർ കാറ്റഗറൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് പോയിട്ട് സെലക്ട് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് അതിന് ചേർന്ന ബീഡ്സും ചെയിൻസും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കണക്ഷൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊക്കെ ലോക്കറ്റ്സ് ആണ്, പെൻഡൻറ്റ് അവർ ഷോക്കേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഇവരുടെ ബീഡ്സിൻ്റെ സെക്ഷനാണ്. അതായത് മാലയായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബീഡ്സാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ എല്ലാ കളേഴ്സും, അതായത് ഏത് കളർ അല്ലെങ്കിൽ ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ നമുക്ക്
ജ്വല്ലറി മേക്കിങ്ങിനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പേൾസിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, പല ഷെയ്ഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് വേണ്ട ഹുക്സ്, അതുപോലെ തന്നെ ബീഡ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ക്രോഷ്യയിൽ ചെയ്തിരിക്കുന്ന ബട്ടൺസ്, പിന്നെ നോർമൽ ബട്ടൺസ് എല്ലാം പല ടൈപ്പിലുള്ള പല മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ലെതർ ടൈപ്പ് അല്ലെങ്കിൽ ഫൈബർ ടൈപ്പ്, പ്ലാസ്റ്റിക് ടൈപ്പ് എല്ലാ ബട്ടൺസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കണ്ടത് വുളൻ ത്രെഡിൻ്റെ കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ യാൺ അല്ലെങ്കിൽ ജൂട്ട് ത്രെഡിൻ്റെ ഒക്കെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഈ യാൺ ബോൾസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ക്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ പെടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡെക്കോപ്പേജ് പേപ്പേഴ്സ് ആണ്. നല്ല വെറൈറ്റി തീമിൽ, അതായത് ക്രിസ്മസ് തീമിലൊക്കെ ഉള്ള കുറേ വെറൈറ്റി ഡെക്കോപ്പേജ് പേപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് പറ്റിയ ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ മോഡ് സ്പോർട്സ് എല്ലാം ഇവിടെ അവർ സെപ്പറേറ്റ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരും കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു ഷോപ്പാണിത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രീം ക്യാച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഫെദേഴ്സ്, അതായത് വെറൈറ്റി ടൈപ്പിലുള്ള ഫെദേഴ്സും പിന്നെ അതിന് പറ്റിയ പല ടൈപ്പിലുള്ള റിങ്സും ആണ്. പിന്നെ ഇതുപോലുള്ള റോസസ്, അത് പല ഷെയ്ഡ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു വലിയൊരു റാക്ക് തന്നെയുണ്ട്. എല്ലാ കളേഴ്സിലും നമുക്ക് ഫ്ലവേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫ്രോക്കിലൊക്കെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ലേസസ്. ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. കളർഫുള്ളാണ്, നല്ല രസമാണ്. അപ്പോൾ ലെഹങ്കയിൽ സ്റ്റിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഷോളിൽ സ്റ്റിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു സാരിയിലൊക്കെ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ലേസസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഐഡിയ പോലെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ വേസ് ഡെക്കറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ സെയിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് തീമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രോഷ്യ കുറച്ച് വർക്ക്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ടേബിൾ റണ്ണറിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈവൻ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. വെച്ചാൽ ക്രോഷ്യയിൽ ഈ സാന്താക്ലോസും അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈവൻ ഇത് ഡ്രസ്സിലായാലും നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ഡ്രൈ ഫ്ലവർ ബൊക്കേസ് ആണ്. പിന്നെ ഇവൻ ക്രോഷ്യയിൽ ചെയ്തിരിക്കുന്ന ബൊക്കേസ് വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു ബ്രൈഡൽ ബൊക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൊക്കേസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതേ തീമിൽ ചെയ്തിരിക്കുന്ന ബോട്ടിൽ വർക്ക്സും ഇവിടെയുണ്ട്. പലപ്പോഴും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് അന്വേഷിച്ച് നടക്കുമ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഷോപ്സിലൊക്കെ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറേ അധികം പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ കുറേ ഐറ്റംസ് നിങ്ങൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് ടൈമൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈ ഫ്ലവറിൻ്റെ ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. അപ്പോൾ പ്ലാസ്റ്റിക്, അതായത് ഫോം ഷീറ്റ്സിലുള്ള ഫ്ലവേഴ്സും റെഡിമെയ്ഡ് ഫ്ലവേഴ്സ് ആയാലും ഡ്രൈ ഫ്ലവേഴ്സ് ആയാലും റെഡിമെയ്ഡായിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല വെറൈറ്റി കളേഴ്സിൽ, അതുപോലെ തന്നെ പിപ്സ് ആയാലും നമുക്ക് നല്ല ഭംഗിയിൽ, അതായത് നല്ല ഫ്രഷ് ക്വാളിറ്റിയിലുള്ള പിപ്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, നമുക്ക് ഷെയ്ഡ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുവിധം എല്ലാ കളേഴ്സും ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഒരുമിച്ച് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവിടെ വന്നിട്ട്. അതും അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് വർക്ക്സാണ്. ഡെക്കോപ്പേജ് വർക്ക്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്ലേ വർക്ക്സൊക്കെയാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇവിടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ വരുന്ന ഒരു പോർഷനാണ് ഫ്ലവർ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്ന സംഭവമാണ് ഇതൊക്കെ. ഇനി ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാം. ഇവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലോർ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഷോപ്പും
പിന്നെ അതിൻ്റെ മേളിലുള്ള ഫ്ലോറ് നമുക്ക് ഈ ഒരു ക്ലാസ് നടത്താനുള്ള സ്പേസുമായിട്ടാണ് അവരെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കോഴ്സിൻ്റെ വിവരങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു കോൺടാക്റ്റ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയാലും ക്രാഫ്റ്റിൽ എന്തെങ്കിലും കോഴ്സസ് അവൈലബിൾ ആണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസറും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണിച്ച മെറ്റീരിയൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ലവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ വ്യൂവേഴ്സിനും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ ഐഡിയാസ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വർക്ക്സൊക്കെ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്ത വർക്ക്സാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് ഒന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.